ഷഹീൻ ബാഗ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കള്ളക്കേസിൽ ജയിലിലകപ്പെടുമെന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ അറസ്റ്റിന് 1 മാസത്തിന് ശേഷം അരങ്ങേറിയ കലാപങ്ങളുമായി ബന്ധപ്പെടുത്തി ഭീകരവാദി എന്ന് മുദ്ര കുത്തപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താനും എന്നെപ്പോലുള്ളവരെ ജയിലിലടക്കാനും ഈ ഭരണകൂടം ഏതറ്റം വരെ പോകുന്നതിൻ്റെ തെളിവാണിത്. മജാസിൻ്റെ വരികൾ ഈ വികാരത്തെ കൃത്യമായി ഉൾക്കൊള്ളുന്നുണ്ട്. വിശുദ്ധയിടത്തിൻ്റെ കാവൽക്കാർ അതിർവരമ്പുകൾ അത്രക്ക് കർശനമായി വരച്ചിരിക്കുന്നു. സന്ദർശവാഹകനെ കുറ്റവാളിയാക്കാതെ ഒരു സന്ദേശവും കടന്നു പോകാൻ കഴിയില്ല. ഷർജിൽ ഇമാം എന്ന ഗവേഷണ വിദ്യാർത്ഥി തടവറയുടെ ഇരുളകത്തിരുന്ന് കുറിച്ചതാണ് ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ വഴി പുറം ലോകത്തെത്തിയ കുറിപ്പിൽ ഗാലിബിൻ്റെ വരികൾ ചേർത്ത് വെച്ച് അദ്ദേഹം പറയുന്നുണ്ട്: പ്രണയബന്ധനങ്ങളിൽ നിന്ന് പോലും ഓടി അകലുന്നു വന്നിരിക്കെ കൂറിൻ്റെ ചങ്ങലകളെ തടവുകാരൻ ഭയക്കുന്നതെന്തിന്? ഏത് കാര്യരുമ്പിനെയും കൈച്ചങ്ങലകളെയും താൻ ഭയക്കുന്നില്ലെന്ന് വരച്ചിടുകയായിരുന്നു ഷർജിൽ ഇമാം. ഷർജിൽ ഇമാമിനെ ജയിലിൽ അടച്ചിട്ട് 5 വർഷം പൂർത്തിയായിരിക്കുന്നു. 2020 ജനുവരി 28 രാജ്യം മുഴുവൻ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധ ചൂളയിൽ കത്തുന്ന ഒരു നാളിലാണ് JNU വിദ്യാർത്ഥി നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ദേശദ്രോഹ കുറ്റമടക്കം ചുമത്തപ്പെട്ട് 2020 മുതൽ ജാമ്യമില്ലാതെ ജയിലിൽ കഴിയുകയാണ് ഷർജിൽ. IIT ബിരുദധാരി, മോഡേൺ ഹിസ്റ്ററിയിൽ MA, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ MPhil, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ PhD എന്നിങ്ങനെയാണ് ബീഹാർ സ്വദേശിയായ ഷർജിലിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ. 2020 ജനുവരി 16 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പരിസരത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലെ പോലീസാണ് ഷർജിലിനെതിരെ കേസെടുത്തത്. ദേശദ്രോഹം, UAPA, ഡൽഹി കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന എന്നിങ്ങനെ നിരവധി വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒരെണ്ണം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആകെയുള്ള 8 കേസുകളിൽ 5 എണ്ണത്തിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും UAPA കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ജയിലിൽ കഴിയേണ്ടി വരുന്നത്. ഷർജിലിൻ്റെ ജാമ്യാപേക്ഷ 2 വർഷവും 9 മാസവുമായി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഷർജിലിൻ്റെ ജാമ്യാപേക്ഷയിൽ 70 തവണയാണ് കോടതി വാദം കേട്ടത്. 7 വ്യത്യസ്ത ബെഞ്ചുകൾ ഹർജികളിൽ വാദം കേട്ടു. 3 ജഡ്ജിമാർ കേസിൽ നിന്ന് പിന്മാറി. ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്ന് നിരവധി തവണ സുപ്രീം കോടതി ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജാമ്യം അനുവദിക്കാനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെങ്കിൽ കുറ്റാരോപിതർക്ക് ജാമ്യം നിഷേധിക്കരുതെന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കോടതി വ്യക്തമാക്കിയത്. എന്തിനേറെ UAPA കേസുകളിൽ പോലും ജാമ്യം നൽകലാണ് നീതിയെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി. എന്നിട്ടും കഴിഞ്ഞ 5 വർഷമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയാണ് ഷർജിൽ. അനാവശ്യവും സുദീർഘവുമായ ഈ തടങ്കൽ കാലയളവിൽ വാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയ രോഗിയായ എൻ്റെ ഉമ്മയെ ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് വേദന തോന്നുന്നത്. 9 വർഷം മുമ്പ് ഉപ്പ മരിച്ചതാണ്. ഉമ്മയെ പരിപാലിക്കാൻ ഞാനും എൻ്റെ അനുജനും മാത്രമാണുള്ളത്. ഇതല്ലാതെ ഒന്നും എന്നെ അലട്ടാറില്ല. ദൈവഹിതത്തിന് കീഴ്പ്പെടുകയും കഴിയാവുന്ന അത്ര പുസ്തകങ്ങൾ വായിച്ച് സമയം ചെലവഴിക്കുകയുമാണ് ഞാനിവിടെ ചെയ്തത്. അർത്ഥവത്തായതും രസകരവുമായ പുസ്തകങ്ങൾ ഉള്ളിടത്തോളം എനിക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. പുറലോകത്തുമാണെങ്കിൽ എന്നെ വലിയ തോതിൽ ബാധിക്കുന്നുമില്ല. തൻ്റെ കുറിപ്പിൽ ഷർജിൽ ഇമാം പറഞ്ഞതാണിത്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്: ദൈവമേ, മാറ്റാൻ കഴിയുന്നത് മാറ്റാനുള്ള ശക്തിയും മാറ്റാൻ കഴിയാത്തതിനെ സ്വീകരിക്കാനുള്ള മനസ്സും എനിക്ക് നൽകണമേ എന്നാണത്. ഷർജിൽ ഇമാം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ തടവുകാരുടെ മോചനം ഐക്യരാഷ്ട്രസഭ വിദഗ്ധർ ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഒന്നാണ്. സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള യാതൊരു വിമർശനവും വെച്ചുപൊറിപ്പിക്കില്ല എന്ന കൃത്യവും വ്യക്തവുമായ സന്ദേശമാണ് ഷർജിലിൻ്റെ ജയിൽവാസം അടിവരയിടുന്നത്. ഇത്തരത്തിലൊക്കെ ആവശ്യങ്ങൾ ഉയർന്നിട്ടും ഈ 5 വർഷത്തിനിടയ്ക്ക് കോടതികൾ നിരവധി മാറി മാറി കയറിയിട്ടും നീതിയുടെ ഒരു കൈത്തരി പോലും ലഭ്യമായിട്ടില്ല ഷർജിലിന്. 600 പേജുള്ള അതിവിചിത്രമായ കുറ്റപത്രമാണ് ഷർജിൽ ഇമാമിൻ്റേത്. അദ്ദേഹത്തിൻ്റെ MPhil ബിരുദത്തിന് തയ്യാറാക്കിയ എക്സ്ഡോസ് ബിഫോർ പാർട്ടീഷൻ, ദ അറ്റാക്ക് ഓൺ മുസ്ലിംസ് ഓഫ് ബീഹാർ ഇൻ 1946 എന്ന തീസിസ് ഒരു മഹാ അപരാധമായാണ് പോലീസ് എണ്ണുന്നത്. ഡൽഹി പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന മറ്റൊരു മഹാ അപരാധം ഷർജിൽ അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ പോൾ ആർ ബ്രാസിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു എന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളും ഹിന്ദുത്വവാദികളിൽ നിന്ന് അവരനുഭവിച്ചിട്ടുള്ള ഹിംസകളും പഠനവിധേയമാക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഒരു മുസ്ലിം ഗവേഷകനാണ് ഷർജിൽ ഇമാം. അങ്ങനെ ഒരാൾ തൻ്റെ ഗവേഷണങ്ങളുടെ ഭാഗമായി പോൾ ബ്രാസിൻ്റെ പുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ് ക്രിമിനൽ കുറ്റമായി മാറുന്നത്?
ഇതൊരു നീതി നിഷേധമാണെന്ന് രാജ്യത്തെ കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. നിസ്സംഗതിയാണ് ഇതിനോടുള്ള പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം. ഷർജീലടക്കമുള്ള നിരവധി രാഷ്ട്രീയ തടവുകാർ മുഖ്യധാര മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെയും മറവിക്കയത്തിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. പൗരത്വ സമരത്തിനെതിരായ ഹിന്ദുത്വ രോഷത്തെ ശമിപ്പിക്കാനുള്ള ബലിയാടായി ഷർജിൽ ഇമാം മാറുന്നുവെന്ന് തന്നെയാണ് ഇതെല്ലാം അടിവരയിടുന്നതെന്ന് വ്യക്തമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.